പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നാണ് പ്രകൃതി സ്നേഹമെന്നും പ്രകൃതിയോടുള്ള സ്നേഹപൂർണമായ സമീപനം ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി കോയമ്പത്തൂർ നല്ലമ്പാളയം ബ്രഹ്മസ്ഥാന ക്ഷേത്രത്തിന്റെ 24ാം വാർഷികത്തിൽ സംസാരിക്കുകയായിരുന്നു അമ്മ. കോയമ്പത്തൂർ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൽ പങ്കെടുക്കാൻ നല്ലപാളയം അമൃത വിദ്യാലയത്തിലെത്തിയ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് ആയിരങ്ങളുടെ സ്നേഹോഷ്മള വരവേൽപ്പ്. പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലെത്തിയ അമ്മയെ കോയമ്പത്തൂർ അഡീഷണൽ ലേബർ കോടതി പ്രിസൈഡിംഗ് ഓഫീസർ കെ അരുണാചലം, കോയമ്പത്തൂർ സൗത്ത് MLA വാനതി ശ്രീനിവാസൻ, MLA ആർ അരുൾ, കാമാച്ചിപുരം അദീനം സ്വാമി പഞ്ചലിംഗേശ്വര സ്വാമി, മുൻ കൗൺസിലർ വെൺതാമരെ ബാബു എന്നിവരടക്കമുള്ള പ്രമുഖർ ചേർന്ന് സ്വീകരിച്ചു. കോവിഡിന് പിന്നാലെ ഒരിടവേളയ്ക്ക് ശേഷമുള്ള വരവായതുകൊണ്ട് തന്നെ ആയിരങ്ങളാണ് അമ്മയുടെ ദർശന പുണ്യത്തിനായി കാത്തിരുന്നെത്തിയത്. പിന്നീട് അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ സത്സംഗം, ധ്യാനം, ലോകസമാധാനത്തിനുള്ള പ്രാർത്ഥനകൾ എന്നിവ നടന്നു. പാർശ്വഫലങ്ങളില്ലാത്ത മരുന്നാണ് പ്രകൃതി സ്നേഹമെന്നും പ്രകൃതിയോടുള്ള സ്നേഹപൂർണമായ സമീപനം ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്നും അമ്മ പറഞ്ഞു. സന്ധി സംഭാഷണങ്ങളിലൂടെ കാര്യങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നവരാണ് മനുഷ്യർ. അത്തരമൊരു സമീപനമാണ് നമ്മൾ പ്രകൃതിയോടും സ്വീകരിക്കുന്നത്. മനുഷ്യർ തമ്മിലും സമുദായങ്ങൾ തമ്മിലും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലും രാജ്യങ്ങൾ തമ്മിലും സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ സന്ധി സംഭാഷണങ്ങൾ ഫലം ചെയ്തെന്നു വരാം. പക്ഷേ പ്രകൃതിയുമായി അങ്ങനെയൊരു ധാരണയുണ്ടാക്കാൻ സാധിക്കില്ല. അവിടെ അഹന്ത വെടിഞ്ഞ് തല താഴ്ത്തി എളിമയോടുകൂടിയുള്ള സൗഹൃദവും ആരാധനാ മനോഭാവവും മാത്രമേ ഫലവത്താകൂ എന്നും അമ്മ കൂട്ടിച്ചേർത്തു. തന്നെ കാണാനെത്തിയ മക്കളെ ഏറെ വൈകിയും അമ്മ തന്റെ കരവലയത്തിലൊതുക്കി ചേർത്തു നിർത്തി. ചടങ്ങിൽ അമൃതശ്രീ വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്കുള്ള ധനസഹായം, വസ്ത്രം എന്നിവ വിതരണം ചെയ്തു. ആശ്രമത്തിലെത്തിയ എല്ലാവരെയും അന്നമൂട്ടി. ക്ഷേത്രമഹോത്സവത്തിന്റെ 2ാം ദിവസമായ ഇന്നും ധ്യാനം, സത്സംഗം, ഭജൻ എന്നിവ അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ തുടരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV.